ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. SSF വണ്ടൂർ ഡിവിഷൻ സാഹിത്യോത്സവിന് വണ്ടൂരിൽ തുടക്കമായി. മണ്ണിനും മനുഷ്യനുമിടയിലെ വ്യവഹാരങ്ങൾ ചർച്ചയാക്കുന്ന പരിപാടി കവിയും എഴുത്തുകാരനുമായ ശൈലൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ചില സമയങ്ങളിൽ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും കേൾക്കേണ്ടി വരാറുണ്ട്. ഏതോ വിചിത്ര ലോകത്ത് വന്നാലെന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്നുണ്ടാവാറുണ്ട്. ഇത് ഈ ലോകത്തിന്റെ ഭാഗമൊന്നുമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പുറത്തു പോകുന്നവർക്കെല്ലാം ആ അനുഭവം ഉണ്ടായിരിക്കും. അത് തന്നെ ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ പലരും പരിചയപ്പെടുന്ന ആളുകൾ മലപ്പുറത്താണ്, പുൽപ്പറ്റയാണ് ജനിച്ചു വളർന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കരുതിയിരുന്നത് എറണാകുളത്തോ കോഴിക്കോടില്ല, തിരുവനന്തപുരത്ത് അവിടെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ സാഹിത്യം കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാരംഗങ്ങളിൽ പ്രാവീണ്യമുള്ളവർ ഒക്കെ മലപ്പുറം ജില്ലക്കാരാവില്ല, അത് എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ ആവും എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിൽ വളർന്നു വന്ന് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ വളർന്നു വന്ന് അതൊരു പൊതുബോധമായിട്ട് ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയാണെങ്കിൽ തന്നെ പറഞ്ഞാല് മഞ്ചേരിയാണെന്ന് പറഞ്ഞ പ്രശ്നം. അപ്പൊ നിങ്ങൾക്കറിയാം, വള്ളുവനാട് എന്ന് പറഞ്ഞാൽ MP വസ്തുവനാരൊക്കെ എഴുതിയിട്ടുള്ള മറ്റൊരു സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും അടയാളപ്പെടുന്നത്. പൊന്നാനി, കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഏകദേശം അതുപോലെയാണ്. പക്ഷെ അതിന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ ഒരിക്കലും സാഹിത്യത്തിലോ കലയിലോ നമ്മുടെ ഒരു എറണാകുളം താലൂക്കിനോ അല്ലെങ്കിൽ ഈ ഒരു മധ്യ ഭാഗത്ത് കിടക്കുന്ന മലപ്പുറത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കിടക്കുന്ന എഴുത്തുകാർക്കോ സാഹിത്യകാർക്കോ ഒന്നും കിട്ടാറില്ല, അല്ലെങ്കിൽ അവിടെ നിന്നും ഇത്തരം ആളുകളൊന്നും വളർന്നു വരുന്നില്ല എന്നൊരു ധാരണ പൊതുവിൽ വളർന്നു വന്നിട്ടുണ്ട്. വണ്ടൂർ കാളികാവ് റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലാണ് 2 ദിവസങ്ങളിലായി പരിപാടി നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് സയ്യിദ് തസ്നീം അൽ ഫാലി അധ്യക്ഷത വഹിച്ചു. റിസാല മാനേജിംഗ് എഡിറ്റർ CN ജഫർ സാദിഖ് സാഹിത്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജിറടപ്പറ്റ, അനിൽ നിരവിൽ, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി AP ബഷീർ ചെല്ലക്കൊടി, SYS സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ നാസർ പാണ്ടിക്കാട്, SMA ജില്ലാ സെക്രട്ടറി ഹൈദർ പാണ്ടിക്കാട്, റഷീദ് ഹാജി പൂങ്ങോട്, CM ബാബു പാലക്കോട്, SYS സോൺ ജനറൽ സെക്രട്ടറി ജൌഫർ പത്തിരിയാൽ, ഷംസുദ്ദീൻ അഞ്ചച്ചവടി, ബഷീർ സഖാഫി വാണിയമ്പലം, ബഷീർ സഖാഫി പൂങ്ങോട്, ഡിവിഷൻ ജനറൽ സെക്രട്ടറി ഫാഹിസ് സഖാഫി, പ്രോഗ്രാം ചെയർമാൻ റമീസ് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ 8 സെക്ടറുകളിൽ നിന്നും വിവിധ ക്യാമ്പസുകളിൽ നിന്നുമായി 700 മത്സരാർത്ഥികൾ പങ്കെടുക്കും. നാളെ വൈകിട്ട് 5 നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷവറ അംഗം വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മാളിയക്കൽ സുലൈമാൻ സഖാഫി സംസാരിക്കും. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ.